റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്ത. കായികമേള കൊടിയിറങ്ങുമ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം അവിടെ ഏറെക്കുറെ ഭംഗിയായി തന്നെയാണ് കായികമേള നടന്നത്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകർ അറിയിക്കാനുണ്ട്. ഒരു സംഭവം അവിടെ നടന്നു. സ്കൂൾ ഒളിമ്പിക്സിൽ ഒരു മത്സരാർത്ഥിക്ക് അനധികൃത എൻട്രി കിട്ടി എന്നൊരു പരാതി. സീനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പിൽ ജില്ലാ മീറ്റിൽ അവസാനമെത്തിയ കുട്ടിയെ സംസ്ഥാന മീറ്റിൽ മത്സരിപ്പിച്ചു എന്നാണ് പറയുന്നത്. മത്സരഫലത്തിൽ കൃത്രിമം കാണിച്ചാണ് കുട്ടിയെ പങ്കെടുപ്പിച്ചതെന്നറിയുന്നു. മലപ്പുറം ഐഡിയൽ സ്കൂളിന്റെ താരമായ കുട്ടി സംസ്ഥാന മീറ്റിൽ പക്ഷേ വെങ്കലം നേടിയിരുന്നു. മലപ്പുറം DDക്ക് പരാതി നൽകിയിരിക്കുകയാണ് ജില്ലാ മത്സരങ്ങളിൽ ഒന്നാമതെത്തിയ കുട്ടികൾ. വിദ്യാർത്ഥിനി ജില്ലാ മീറ്റിൽ പുറത്തായിരുന്നുവെന്ന് ഐഡിയൽ കടകശ്ശേരി സ്കൂളിലെ കായിക അധ്യാപകൻ ഷാഫി റിപ്പോർട്ടറിനോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഷാഫി പറഞ്ഞത് ഒന്ന് കേൾക്കാം. ജില്ലയിൽ ആ കുട്ടി വാഷ് ഔട്ട് ആയതല്ലേ? ആ കുട്ടി വാഷ് ഔട്ട് ആയതാണ്. അപ്പോ അവര് എങ്ങനെയാണ് പിന്നെ സ്റ്റേറ്റ് മീറ്റില് 3ാം സ്ഥാനക്കാരായിട്ട് പങ്കെടുക്കുന്നത്? അതൊരു കൃത്രിമല്ലേ? അത് കൃത്യമല്ല സാർ. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ മീറ്റ് നടന്നത് വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു. അപ്പൊ ഈ മീറ്റിന്റെ ഇടയിൽ ആ കുട്ടി പലതവണ ഓഫീഷ്യൽസിനോട് പറഞ്ഞു, സാർ ഇതിൽ ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ക്രോസ് ബാർ കാണുന്നില്ല, പിന്നെ എന്നെല്ലാം പറഞ്ഞു. അപ്പൊ പലതവണ ആ കുട്ടി പറഞ്ഞിട്ടും അവർക്കത് മാറ്റാനോ അല്ലെങ്കിൽ വേറൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ആ കുട്ടിക്ക് അത് നിർഭാഗ്യവശാൽ തട്ടി വീഴാനുണ്ടായത്. അപ്പൊ അവരെ കൂടെ ജമ്പ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, മറ്റൊരു സ്കൂളിലെ കുട്ടി തന്നെയാണ്. ആ കുട്ടിക്ക് എന്തോ സ്കൂളിലെ കുട്ടിയല്ലേ? അതെ അതെ അതെ. ആ കുട്ടി ഈ കുട്ടിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നുണ്ടായത്. അതായത് ഒരു കുട്ടിയുടെ ഒരു എന്താ പറയാ അവസരത്തിന് വേണ്ടിയിട്ട് അവര് ആ പരസ്പരം മത്സരിക്കുന്ന കുട്ടികളെടുത്ത കാര്യമാണ്. ആരോപണ വിധേയനായ വിദ്യാർത്ഥിനിക്കൊപ്പം മത്സരിച്ച മറ്റൊരു കായിക താരവും ഇക്കാര്യം റിപ്പോർട്ടറിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രായത്തട്ടിപ്പ് വിവാദത്തിന് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വലിയ വിവാദത്തിൻ്റെ വാർത്ത റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. കൃത്രിമ എൻട്രി വഴി മത്സരാർത്ഥിയെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിപ്പിച്ചതിൻ്റെ തെളിവുകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ആ മത്സരത്തിന് സാക്ഷിയായിരുന്നു, അതായത് പാലക്കാട് നടന്ന മലപ്പുറം ജില്ലാ മീറ്റിനിടെയായിരുന്നു കൃത്രിമ സംഭവം അരങ്ങേറിയത്. മലപ്പുറം ജില്ലാ മീറ്റിനിടെ ഹൈജമ്പിൽ 3 ശ്രമവും പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയെയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കൃത്രിമമായി എൻട്രി നൽകി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിപ്പിച്ചത്. ആ കുട്ടി ഹൈജമ്പിൽ, സീനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പിൽ വെങ്കല മെഡൽ സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ജില്ലാ മീറ്റിൽ ആ കുട്ടിക്കൊപ്പം മത്സരിക്കാനുണ്ടായിരുന്ന, പിന്നീട് സംസ്ഥാന മീറ്റിൽ മത്സരിച്ച ഒരു വിദ്യാർത്ഥിനി നമുക്കൊപ്പം ചേരുകയാണ്. പാലക്കാട് വെച്ച് നടന്ന മലപ്പുറം ജില്ലാ മീറ്റിൽ ഹൈജമ്പിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഐഡിയൽ കടകശ്ശേരിയിലെ ഒരു താരത്തിനെതിരെയാണ്. ആ താരം അവിടെ വാഷ് ഔട്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആ 3 ശ്രമങ്ങളും പരാജയപ്പെട്ട് പുറത്തായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മോൾ ആ മത്സരത്തിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും ആരോപണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ശരിക്കും എൻട്രി കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം വേറൊരു കുട്ടിക്കാണ് അവിടെ ജില്ലയിൽ 3rd വന്നത്. അപ്പോൾ ആ കുട്ടിയുടെ എൻട്രി മേടിച്ചിട്ടാണ് സ്റ്റേറ്റിലോട്ട് എൻട്രി മേടിച്ചത്. ആദ്യം എല്ലാ ഹൈറ്റും പാസ് പറഞ്ഞ് 1:40 സ്റ്റാർട്ട് ചെയ്തത്. അത് 3ഉം ഫൗളായിരുന്നു. അത് 3ഉം ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു ആ ഹൈറ്റ്. ജില്ലാ മീറ്റിൽ സെക്കൻഡ് വന്നിരുന്നു, വെള്ളി വന്നിരുന്നു. ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് എന്തായിരുന്നു? ഇവിടെ എത്തിയപ്പോൾ തന്നെ കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ബെസ്റ്റ് ചെയ്തു. അതായത് അവിടെ ജില്ലാ മീറ്റിൽ 3ാം സ്ഥാനത്ത്, യഥാർത്ഥത്തിൽ 3ാം സ്ഥാനത്ത് എത്തിയിരുന്ന മേലാറ്റൂരിൽ നിന്നുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ അറിയായിരുന്നു, അല്ലെങ്കിൽ ആ മത്സരം നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, വിക്ടറി പരേഡിൽ ഉൾപ്പെടെ നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നല്ലോ? നിന്നിട്ടുണ്ട്. ആ കുട്ടീനെ എനിക്കറിയാം. ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്, കോമ്പറ്റീഷന് മത്സരിച്ചിട്ട് അങ്ങനെ കണ്ടത്, അല്ലാതെ എനിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ കൃത്യമായിട്ട് കൃത്രിമം നടത്തി തന്നെയാണ് ഐഡിയൽ കടകശ്ശേരിയിൽ നിന്നുള്ള താരം സംസ്ഥാന മീറ്റിൽ പങ്കെടുത്തത് അല്ലേ? അതെ, ഉറപ്പായിട്ടും. ജില്ലാ മീറ്റിൽ ആരോപണം നേരിടുന്ന വിദ്യാർത്ഥിനിക്കൊപ്പം മത്സരിച്ച, ജില്ലാ മീറ്റിൽ വെള്ളി നേടിയ തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ നമ്മളോട് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. വലിയ, അതായത് പ്രായത്തട്ടിപ്പ് വിവാദം കെട്ടടങ്ങും മുമ്പാണ് കൃത്രിമമായി എൻട്രി നൽകിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിനി സംസ്ഥാന മേളയിൽ പങ്കെടുക്കുന്നതും. അതിൽ ജയേഷ് പൂക്കോട്ടൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയേഷ്, വെരി ഗുഡ് മോർണിംഗ് ജയേഷ്. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വിവരം, ജില്ലാ മീറ്റിൽ 3ാം സ്ഥാനത്ത് എത്താത്ത ഒരു കുട്ടിയെ 3ാം സ്ഥാനത്ത് എത്തിയെന്ന് കാണിച്ച് 3ാം സ്ഥാനത്ത് യഥാർത്ഥത്തിലെത്തിയ കുട്ടിയെ മാറ്റി മറ്റൊരു കുട്ടിക്ക് അവിടെ സ്ഥാനം കൊടുത്തുവെന്നാണ്. ആ കുട്ടി ഒരുപക്ഷെ മറ്റു കുട്ടികളെക്കാൾ മികച്ച പെർഫോമൻസ് നടത്തുന്ന കുട്ടിയായിരിക്കാം. പക്ഷേ എന്നാൽ പോലും രേഖകളിൽ എങ്ങനെ കൃത്രിമം കാണിക്കേണ്ടതുണ്ടോ? അതേ സാഹചര്യത്തിലല്ലേ ആ കുട്ടിക്കൊപ്പം മറ്റു കുട്ടികളുമോടെ മത്സരിച്ചത്? ഈ 3ാം സ്ഥാനം കിട്ടി മീറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കുട്ടിക്ക് എന്തെങ്കിലും പരാതികളുണ്ടോ ജയേഷ്? ഇപ്പോൾ എന്താണ് ഈ ഐഡിയൽ അധികൃതർ, കോളേജിലെ അധികൃതരും ഈ മീറ്റിലെ അധികൃതരും ഒക്കെ നമ്മളോട് പറയുന്നത്? ഈ കൃത്രിമം കാണിച്ചു എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തം അല്ലേ ജയേഷ്?
ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ അത്ര ഗുഡായ കാര്യങ്ങളല്ല സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അവസാന ദിനം നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്നുള്ളതാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ നിയമലംഘനം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിലൊരു ആൾമാറാട്ടം തന്നെയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നടന്നിട്ടുള്ളത്. ചാത്തന്നൂരിൽ വെച്ച് നടന്ന ജില്ലാ മേളയിൽ ഏറ്റവും അവസാന സ്ഥാനത്തെത്തി, അതായത് നമുക്കറിയാം ആദ്യത്തെ ജില്ലാ മീറ്റിൽ ആദ്യത്തെ 3 സ്ഥാനക്കാരാണ് സംസ്ഥാന സ്കൂൾ മേളകളിൽ പങ്കെടുക്കാറുള്ളത്. എന്നാൽ ഏറ്റവും അവസാന സ്ഥാനത്തെത്തിയ കുട്ടിയെ കൃത്രിമമായ ഒരു എൻട്രി നൽകി ഇങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അത് സ്കൂൾ അധികൃതരുടെയും ഒഫീഷ്യൽസിന്റെയും ഒത്താശയോടെയാണ് ഇത്തരം വലിയ കൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പിക്കുന്ന സംഭവം. കാരണം നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് ഒളിമ്പിക്സോളം വളർന്ന ഒരുപാട് താരങ്ങളുണ്ട്. അത്തരം സംഭവങ്ങളെല്ലാം വളരെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അരുൺ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കഴിവുള്ള കുട്ടിയാണ് ആ കുട്ടി, ഒരു തർക്കവുമില്ല. കാരണം സ്റ്റേറ്റ് മീറ്റിലെത്തിയപ്പോഴേക്ക് ആ കുട്ടിക്ക് ഹൈജമ്പിൽ അതായത് കൃത്രിമ എൻട്രി നൽകിയെത്തിയ ഹൈജമ്പിൽ ആ കുട്ടി 3rd വന്നിട്ടുണ്ട്. ട്രിപ്പിൾ ജമ്പിലും ലോങ് ജമ്പിലും ഇന്നലെ രാത്രി നടന്ന ട്രിപ്പിൾ ജമ്പിലും ലോങ് ജമ്പിലും 2nd നേടിയിട്ടുണ്ട്. അങ്ങനെ ആകെ 6-3 7 പോയിന്റ് ആ കുട്ടി മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായ പ്രോപ്പറായിട്ടുള്ള വഴികളിലൂടെ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ജില്ലാ മീറ്റിൽ അത് ആ കുട്ടിയുടെ ആ സമയത്തെ ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് പെർഫോമൻസ് കുറച്ച് മോശമായിരിക്കാം. എന്നിരുന്നാൽ പോലും ജില്ലാ മീറ്റിൽ ആ കുട്ടി വാഷ് ഔട്ടായ ശേഷം പിന്നീട് വരുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വരുമ്പോൾ അത് അന്ന് ജില്ലാ മീറ്റിൽ 4ാം സ്ഥാനത്തെത്തിയ കുട്ടിയുടേത് ഉൾപ്പെടെയുള്ള എൻട്രികളാണ് തടഞ്ഞു വെച്ചത്. ആ കുട്ടിക്ക്, അതായത് വളരെ നിഷ്കളങ്കയായ ഒരു കുട്ടിക്ക് പങ്കെടുക്കാനുള്ള അവസരമാണ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്.